ഇത് ഡോക്ടർ സക്രിയ. ഗൈനക്കോളജിയിൽ നീണ്ട 25 വർഷത്തെ പരിചയമുണ്ട് ഇദ്ദേഹത്തിന്. എണ്ണമറ്റ ഗർഭിണികൾ, അനേകം പ്രസവങ്ങൾ, അതിലൊന്നുപോലും കൈപ്പിഴയില്ല. അതുകൊണ്ട് തന്നെ ടി വിയിലെ ദൃശ്യങ്ങൾ അയാളിൽ വലിയ പുതുമയോ ആകാംക്ഷയോ ഉണ്ടാക്കുന്നില്ല. ആരോഗ്യമുള്ള ഗർഭകാലം, സുരക്ഷിതമായ പ്രസവം, നോ അബോർഷൻ, നോ സിസേറിയൻ. ഇതാണ് ഡോക്ടർ സക്രിയയുടെയും അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായ കിൻഡർ ഹോസ്പിറ്റലിൻ്റെയും മതം. പക്ഷേ തിരക്ക് പിടിച്ച പകലിനൊടുവിലെ ഈ രാത്രിയിൽ അയാളെ അസ്വസ്ഥനാക്കുന്നതും അതുതന്നെയാണ്. ഇപ്പോൾ അയാൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന 4 ഗർഭിണികൾ, 4 പ്രഗ്നന്റ് വുമൻ. ഡോക്ടറുടെ ചിന്തകളിൽ അവരോരോരുത്തരായി കടന്നു വന്നു. ഡോക്ടർ പറഞ്ഞത് ശരിയാണ്. ദ റിസൾട്ട് ഇസ് പോസിറ്റീവ്. ഐ എം പ്രഗ്നന്റ്. പക്ഷേ ഈ കുഞ്ഞ് എൻ്റെ ഭർത്താവ് ഹരിയുടേതല്ല. ഭർത്താവിൻ്റെ തിരക്കുകൾ കാരണം കൂട്ടുകാരൻ സാമിൽ നിന്ന് കിട്ടിയ ജാരഗർഭം. അതാണിപ്പോൾ എൻ്റെ വയറ്റിൽ. ബിസിനസ് കഴിഞ്ഞാൽ മോട്ടോർ കാറുകളുടെ വേഗത്തിലായിരുന്നു ഹരിക്ക് കമ്പം. പ്രായത്തിനും അപ്പുറമുള്ള വല്ലാത്ത ക്രേസ്. 2 ആഴ്ച മുമ്പ് ദുബായിലെ ഒരു ആക്സിഡന്റ് ഹരിയെ കിടക്കയിലെത്തിച്ചു. നട്ടെല്ലിനുണ്ടായ ക്ഷതം, മൈലൈറ്റിസ്. ഡോക്ടർമാർ അദ്ദേഹത്തിന് പറഞ്ഞിരിക്കുന്ന ആയുസ് ഏതാനും മാസങ്ങളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും മിറക്കൽ സംഭവിക്കണം. എനിക്കിപ്പോൾ ഒന്നേ അറിയേണ്ടുള്ളൂ. ന്യൂറോ സർജന്മാർ വിധി എഴുതിയ ഹരിയുടെ ആയുസ് അത് സത്യമാണെങ്കിൽ എനിക്ക് ഈ കുഞ്ഞിനെ വേണം. ഇനിയുള്ള ജീവിതകാലത്തേക്ക് എനിക്കൊരു കൂട്ടായിട്ട്. മറിച്ച് ഹരി പ്രതീക്ഷിക്കുന്ന ആ മിറക്കൽ സംഭവിക്കുകയാണെങ്കിൽ, ഏതു വിധേനയും ഹരി രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ, പഴയ അനുരാധയായി ഞാൻ ആഗ്രഹിച്ചതുപോലെ ഹരിയോടൊത്ത് എനിക്ക് ജീവിക്കണം. എല്ലാം ഹരിയുടെ അവസ്ഥ പോലിരിക്കും. പക്ഷെ അതെന്തായാലും അത് എത്രയും പെട്ടെന്ന് അറിയണം. എൻ്റെ വയറ്റിലെ ഭ്രൂണം ഒരു കുഞ്ഞാവുന്നതിന് മുമ്പ്. ബിഫോർ ഫിനിഷിംഗ് അബോർഷൻ പീരീഡ്. രോഗിയായ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ അയാളുടെ കുഞ്ഞെന്ന ഭാവത്തിൽ എല്ലാവരുടെയും മുമ്പിൽ കാമുകന്റെ കുഞ്ഞിനെ വളർത്തുക. മറിച്ച് ഭർത്താവ് രോഗത്തിൽ നിന്ന് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ വയറ്റിലെ കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഭർത്താവുമായി വീണ്ടും ഒരു ജീവിതം ആരംഭിക്കുക. ഭർത്താവിൻ്റെ മരണവും ജാരന്റെ ഗർഭവും കാക്കുന്ന അനുരാധ. ഡോക്ടർ സക്രിയയുടെ 1ാമത്തെ പ്രശ്നം ഇവിടെ തുടങ്ങുകയായി. 35 വർഷത്തെ കന്യാസ്ത്രീ ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ വർഷം കന്യാസ്ത്രീ വസ്ത്രം ഉപേക്ഷിച്ച സിസ്റ്റർ ജാസ്മിൻ ജെനിഫർ അന്നത്തെ ഒരു വാർത്തയായിരുന്നു. എന്നാൽ ഇന്നവർ 7 മാസം ഗർഭിണിയാണെന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. കന്യകയായി തന്നെയുള്ള ഒരു ഗർഭം ധരിക്കൽ. ഇത് വാർത്തയ്ക്കൊപ്പം വിവാദങ്ങളും സൃഷ്ടിച്ചേക്കാം. നമ്മോടൊപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി സിസ്റ്റർ ജാസ്മിൻ ജെനിഫർ ഉണ്ട്. ആദ്യം അവരിലേക്ക് തന്നെ വരാം. വോളിയം ചെക്ക് ചെയ്തോ? ഹലോ 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 ഹലോ. ഹായ് മാം. ഇരിക്കൂ. താങ്ക് യു. ചോദിച്ചോളൂ.
എന്താണ് സിസ്റ്റർക്ക് ഈ വയസ്സുകാലത്ത് ഇങ്ങനൊരു മോഹം? ഇതൊരു വിവാദമായി പലരും കൊട്ടിഘോഷിക്കെ സിസ്റ്റർ ഇതിനെ എങ്ങനെ കാണുന്നു? ഞാൻ തിരുവസ്ത്രം ഉപേക്ഷിച്ചത് ഒരു വിവാഹം കഴിക്കാനോ കുടുംബം നടത്താനോ അല്ല. അത് ഞാൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നില്ല. ഒരു സ്ത്രീയുടെ പൂർണ്ണത അമ്മയാകുന്നതിലൂടെയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു. അത് തികച്ചും എന്റെ മാത്രം ശരിയും തെറ്റുമാണ്. പൂർണ്ണതയിലേക്കുള്ള സിസ്റ്റർ ജെന്നിഫറിന്റെ ഈ യാത്രയിൽ അവരെ സഹായിച്ചത് ഡോക്ടർ സക്കറിയാണ്. അദ്ദേഹം ഇപ്പോൾ ലൈനിലുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഹലോ 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 ഡോക്ടർ സക്രിയ. യെസ്. ഡോക്ടർ, താങ്കൾ എങ്ങനെയാണ് ഈ വെല്ലുവിളി ഏറ്റെടുത്തത്? വെല്ലുവിളിയോ? ഇതൊരു നിയോഗമാണ് കുട്ടി. ആർട്ടിഫിഷ്യലായിട്ടുള്ള ഗർഭം ധരിക്കല് ഇതിനു മുമ്പ് ഇപ്പോഴും ഒരുപാട് നടക്കുന്നുണ്ട്. എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ എത്രയോ പേര്. പക്ഷേ സിസ്റ്ററിൻ്റെ കാര്യത്തെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു. തിരുവസ്ത്രം ഉപേക്ഷിച്ച 52 എന്നുള്ള നിലയിൽ എതിർപ്പുകളുണ്ടാകാം, നാട്ടുകാരിൽ നിന്നും വീട്ടുകാരിൽ നിന്നൊക്കെ. പക്ഷെ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായമായിരുന്നു പ്രധാന പ്രശ്നം. ആർട്ടിഫിഷ്യലായിട്ടുള്ള പ്രോസസ് ആയതുകൊണ്ട് ഗർഭധാരണത്തിനുപരി ഗർഭം അലസാനായിരുന്നു സാധ്യത കൂടുതൽ. ഒരു വിവാഹം കഴിക്കാനോ കുടുംബം നടത്താനോ അല്ല. അത് ഞാൻ ഇത് സഭയോടും ദൈവത്തോടുള്ള വെല്ലുവിളിയായിട്ട് പൊതുസമൂഹം കാണുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികൾക്ക് ഇതൊരിക്കലും അംഗീകരിക്കാനാകില്ല. കന്യാമറിയം കന്യകയായിരുന്നില്ലേ? അവരും ഗർഭം ധരിച്ചില്ലേ? അന്നത്തെ സമൂഹം ആ ഗർഭത്തെ തള്ളി പറഞ്ഞെങ്കിലും പിന്നീട് ആ കുഞ്ഞല്ലേ ലോകത്തിന്റെ രക്ഷകനായി മാറിയ യേശു. ഡോക്ടറെ അലട്ടുന്ന രണ്ടാമത്തെ സമസ്യ ഇതാണ്. ഏറ്റവും സ്വകാര്യമായി നടക്കേണ്ട, എന്നാൽ പൊതുസമൂഹവും മാധ്യമങ്ങളും ഏറ്റെടുത്ത് വിവാദമാക്കിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റർ ജാസ്മിൻ ജെന്നിഫറിന്റെ പ്രസവം. ഒരു ഗർഭത്തിലേക്ക് പതിയുന്ന ക്യാമറ കണ്ണുകൾ, പരസ്പര വിരുദ്ധമായ സംവാദങ്ങൾ, അത് സൃഷ്ടിക്കുന്ന കോലാഹലങ്ങൾ. കുരിശിനും കുന്തത്തിനും ഇടയിൽപ്പെട്ട അയാൾക്ക് അവരെ സ്വകാര്യമായി എങ്ങനെ പ്രസവിപ്പിക്കാനാകും? സൂസൻ മേരി, ഡോക്ടറുടെ ഭാര്യ. 20 വർഷങ്ങൾക്ക് മേലെയുള്ള ദാമ്പത്യ ജീവിതം. കാലപ്പഴക്കം റൊമാൻസിന്റെ തീവ്രതയ്ക്ക് മങ്ങലേൽപ്പിക്കില്ലെന്ന് ഈ ദമ്പതികൾ ഈ പ്രായത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേഡി ചാറ്റർലീസ് ലവർ എന്നുള്ള സിനിമയില് ഒരു സീനുണ്ട്. അതിലെ നായകൻ തന്റെ പെണ്ണിനെ പുല്ലുകൾക്ക് പുറത്തിട്ട് ഭോഗിക്കുമ്പോൾ അത് നോക്കി നിൽക്കുന്ന പക്ഷികളും മൃഗങ്ങളും. അപ്പോൾ അവരുടെ കണ്ണുകളിൽ കണ്ട അതേ ആകാംക്ഷയും പ്രതീക്ഷയും ആ പ്രാവിന്റെ കണ്ണുകളിലും കാണാം. ഞാൻ കൺസൾട്ടിങ്ങിനല്ല വന്നത്. ബട്ട് ആസ് യു ഗസ് ഐ എം പ്രഗ്നന്റ്. ഇപ്പം 3 മാസം കഴിഞ്ഞു. ഒരു അബോർഷൻ അല്ല എൻ്റെ ആവശ്യം. എൻ്റെ എഡ്യൂക്കേഷനെയും ഫ്യൂച്ചറിനെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ എനിക്ക് പ്രസവിക്കണം. കുട്ടികളില്ലാത്ത ഏതെങ്കിലും ഫാമിലിക്ക് ഈ കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അത്തരമൊരു കപ്പിളിനെ കണ്ടുപിടിക്കാൻ ഡോക്ടർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ എന്നറിയാനാണ് ഞാൻ വന്നത്. ഞാനെന്തായാലും പാരൻസുമായി വന്ന് ഡോക്ടറെ കാണാം. എനിക്കൊരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. ആരും തന്നെ എൻ്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് എന്നോട് ചോദിക്കരുത്.
ഭാര്യ സൂസനുമായുള്ള പ്രണയ നിമിഷങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന സൈറ എന്ന പെൺകുട്ടി. ഒരു വലിയ കാര്യം വളരെ നിസ്സാരമായിട്ടാണ് അവൾ പറഞ്ഞിട്ട് പോയത്. ആ 17-കാരിയാണ് ഇവിടെ ഡോക്ടറുടെ മൂന്നാമത്തെ പ്രശ്നം. Cheers. ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് ആ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലോ? ആയിരക്കണക്കിന് പ്രസവങ്ങൾ സ്വന്തം കൈയാൽ നിർവഹിച്ച ഡോക്ടർ സക്രിയയുടെ വിധിയും വിചിത്രമാണ്. ഒരു കെട്ടുകഥ പോലെ തോന്നാം. അയാൾക്കും സ്നേഹസമ്പന്നയായ ഭാര്യയ്ക്കും ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു കുഞ്ഞിനു വേണ്ടി എല്ലാവരും തന്നെ തേടി വരുമ്പോൾ ഡോക്ടർ ചിലപ്പോഴൊക്കെ ആലോചിക്കാറുണ്ട് ഒരു കടങ്കഥ പോലെയുള്ള തൻ്റെ വിധിയെക്കുറിച്ച്. പരമ്പരകളില്ലാതായി തീരുമായിരുന്ന അവരുടെ ജീവിതത്തിലേക്കാണ് അവൾ കടന്നു വന്നത്. ഉത്തരവാദിയുടെ പേര് വെളിപ്പെടുത്താനാവാത്ത ഒരു ഗർഭവുമായി. സൈറ. നിങ്ങള് പോവാണ്? എനിക്കുള്ള നാസ്ത മേശമേ വെച്ചിട്ടുണ്ട്. ഇഞ്ഞ അനക്ക് കുറച്ച് പൈസ വേണാഞ്ഞി. ഒരു കാൻവാ ഷൂ വാങ്ങാനെ വിചാരിച്ച്. അതിനല്ലേ ഇപ്പൊ 300 ഇന്നലെ മേങ്ങിയത്. അതിനിപ്പോ 300 രൂപയ്ക്കൊന്നും അഡിഡാസിന്റെ ഷൂ ഒന്നും കിട്ടിയാല. ഓ, അതിന് കിട്ടിയത് മേങ്ങ മതി. നീ ഇപ്പൊ കൊച്ചിയിൽ വന്നിട്ട് ഈഴത്തെ പിള്ളേരെ പോലെ നടക്കാനാ? ഓരെല്ലാം വലിയ ആളുകള്. നമ്മ അതിന് ഓർക്കണോ? നിങ്ങൾ എന്റെ ഷൂ കണ്ടിട്ട് വർത്താനം പറ, ഞാനത് കാണിച്ചു തരാം. അലാക്കത് എവിടെ പോയി? എന്തെന്ന് കോലം ചെക്ക ഇത്? ഇന്ന് വെള്ളിയാഴ്ച എന്നുള്ള കാര്യം നീ മറക്കണ്ട. ജുമാക്ക് പോകുമ്പോൾ സണ്ടി കാണാത്ത പാന്റ് ഇടണോ? ഇല്ലെങ്കിൽ റുക്കുലേക്ക് പോകുമ്പോ സണ്ടി പുറത്ത് കാണല്ലേ? ഇനി നോടിയാണ്ട് പൈസ തന്നറപ്പാ. ഒരു 200 രൂപയും കൂടെ കിട്ടിയെങ്കിൽ ബോട്ട് ചെടിയിൽ നിന്ന് അഡിഡാസിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അത് മേങ്ങാനാ. എടാ, നിനക്കൊക്കെ ചൊല്ലുക അറിയുന്നില്ലേ? ഉപ്പമില്ലാത്ത കിടാക്കല്ലേ ഞമ്മ. നമ്മ കരുതിയാ ജീവിക്കണ്ടേ. ഞാൻ രണ്ടാളോടെ കാക്കും. അതാണ് ഞാനൊക്കറിയാം എന്താക്കണമെന്ന്. അല്ല, 2 ആഴ്ചയോടെ കഴിഞ്ഞാലേ മാസം 2 ആവും. അഡ്വാൻസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. വാടക അതിനെനിക്ക് പണി കിട്ടിയിട്ട് കുറച്ച് ദിവസമല്ല ഇത്. അത് നിങ്ങൾക്ക് അറിയല്ലേ? ശമ്പളം കിട്ടിയിട്ടാവുമ്പോ 2 മാസത്തെ മൊത്തത്തിൽ തരാലോ.
സിസ്റ്ററിനെ കൊണ്ടൊന്നും ചെയ്യിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. യുവർ പ്രഷർ ലെവൽ ഈസ് ലിറ്റിൽ ഹൈ. ഡെലിവറി ടൈമിൽ അത് കുറക്കണമെങ്കിൽ ഇപ്പോഴേ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ കൂടുതൽ സമയം ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. അതൊന്നും വേണ്ട. കടുത്ത എക്സസൈസുകൾ അബോർഷന് സാധ്യത ഉണ്ടാക്കും. ഏയ് ഒന്നും സംഭവിക്കില്ലെന്നേ. നമുക്ക് നല്ലത് നടക്കാനായിട്ട് പ്രാർത്ഥിക്കാം. ഉം? വാ, പതുക്കെ. വായ്നോട്ടം. ഗർഭിണികളും വെറുതെ വിടരുത്. പ്രായമായില്ലേ കിളവാ. എന്തുവാ നിന്റെ വർത്തമാനം കേട്ട തോന്നൂല ഞാൻ നോക്കിയിട്ടാണ് ഇവളുമാര് ഗർഭിണിയായെന്ന്. ശരി. സ്റ്റാഫൊന്നും എത്തിയില്ലേ? അല്ലെങ്കിലും ബർത്ത്ഡേ ടൈമിൽ ഫീമെയിൽ സ്റ്റാഫിന് ഒറ്റെണ്ണത്തിനെ കാണാറില്ല. പുതിയൊരുത്തി വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ കുട്ടി എത്തിയില്ലേ? വന്നിട്ടുണ്ടാവും. ചിലപ്പോ ഡ്രസ്സ് മാറ്റാൻ. ഡ്രസ്സ് മാറ്റാൻ? ഇത്രയും ടെസ്റ്റുകളൊക്കെയാണ് ചെയ്യേണ്ടത്. ബസ്സിൽ ഓടിക്കേറുന്ന ഞാൻ കണ്ടു. ഒന്നിച്ചു വരാന്ന് വെച്ച് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. നിങ്ങ എടാഞ്ഞ് ആ എനിക്കാ ബസ് മിസ്സായി. പിന്നെ റോബിന്റെ ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചിങ് വന്നു. ഒക്കെ ഓക്കെ നേരുന്നാ ചോദിച്ച്. ആ ആ അതെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തെറാപ്പി നടക്കുമ്പോൾ അതിൽ അറ്റൻഡ് ചെയ്യാതെ നിനക്കൊക്കെ തോന്നുമ്പോൾ കയറി വരാനുള്ള സ്ഥാപനമല്ല ഇത്. അത് 5-6 ട്രാഫിക് ബ്ലോക്കും സിഗ്നൽ എല്ലാം കഴിഞ്ഞ് വണ്ടി പാസ്സായപ്പോ താമസിച്ച്. എന്തെന്ന് നാടപ്പാ അത്? ഇത് അല്ല അത് സ്റ്റുപ്പിഡായിട്ട് സംസാരിക്കുന്നു. കം ടു മൈ ക്യാബിൻ. ആ ഡോക്ടർ ആരാന്ന് വിചാരിച്ചിന്? നമ്മളെ നാട്ടില് ഒരു ആദ്യം ഡോക്ടർ ഉണ്ട്. മോളേന്ന് വിളിച്ചിട്ടാവുമ്പോ അടല ഉറുമ്പായിരിക്കും. അത്രയ്ക്ക് പഞ്ചാരയാ? കുറച്ച് പഞ്ചാരായെങ്കിൽ എന്ത് കുഴപ്പം? നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലേ? ഇത് എന്താ ഇത്? റിസോർട്ട് ഹോട്ടൽ പോലത്തെ ഒരു ആസ്പത്രിയും പ്രാന്തനായ ഒരു ഗൈനക്കോളജിസ്റ്റും ആളെ പുണ്ണാക്കളൊരു താടി. ക്യാബിനിൽ ചെല്ലാനാ പറഞ്ഞേക്ക. ഇനി ഞാൻ എന്താക്കും എന്റെ ബദരിങ്ങളെ? ബദരിങ്ങളെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ലോകത്ത് ആരോടും ഒരു കൂറും ഇല്ലാത്ത മനുഷ്യനാ. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഏതായാലും ചെല്ല്. അതെ, എന്നെ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം. ഈ സ്ഥാപനം ഒരു വലിയ കെട്ടിടം കെട്ടി അതിനകത്ത് കുറെ രോഗികളെ നിറച്ച് അങ്ങനെ ഒരു കോൺസെപ്റ്റ് അല്ല. സർവീസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ദേ ഡിസർവ് ദാറ്റ്. അതാണ് നിന്നെ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത്. സോറി ഡോക്ടർ, ഞാൻ അറിയാതെ ആയിപ്പോയത്. അറിയാതെ ആയിപ്പോയത് ഇഡിയറ്റ്. ഏതായാലും ഇയാൾ ഇനി കുറച്ച് ദിവസത്തേക്ക് നൈറ്റ് ഷിഫ്റ്റിന് വന്നാൽ മതി. ഡോക്ടറെ ഞാന് മോന്തിക്ക് എങ്ങനെയാ ഡോക്ടറെ? എനക്ക് ലോകത്ത് ആരോടും ഒരു കൂറും ഇല്ലാത്ത മനുഷ്യനാ. ആ പിന്നെ ഗർഭിണികൾ, അത് മൂപ്പർക്കൊരു വീക്ക്നെസ്സാ. ഉള്ള കരുണ മുഴുവനും അദ്ദേഹം അവർക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുക. ഡോക്ടർ എനക്ക് നൈറ്റ് ഷിഫ്റ്റ് കഴിയല്ല. എനക്ക് ബൈറ്റിലുണ്ട്. ഞാൻ ഗർഭിണിയാണ്. എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ അവളെ തൊട്ടിട്ടില്ല. കുട്ടി മാരീഡ് ആണോ? മാപ്പിള ദുബായില്. എത്ര മാസമായി? 2 മാസം കഴിഞ്ഞ്. സൂക്ഷിക്കണം. നല്ല റെസ്റ്റ് വേണ്ട സമയം. വിഷമിക്കണ്ട. അയ്യോ ഇല്ലാത്ത ഗർഭം പേറിയ ഫാത്തിമ
ഇനി മുതൽ ഡോക്ടറുടെ സ്നേഹത്തിനും കരുണയ്ക്കും പാത്രമാകും. ഫാത്തിമയ്ക്ക് ഗർഭമുണ്ടെന്ന് വിശ്വസിച്ചത് അയാൾ പോലും അറിയാതെ അയാളുടെ 4ാമത്തെ പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഞമ്മളെ പോലെ കാസർഗോഡ് നിന്ന് 20 കിലോമീറ്റർ ഉള്ളില് മുള്ളേരിയ ആ ഗവൺമെന്റ് ആസ്പത്രിയുടെ ബാക്കിൽ. പോരാന്നൊന്നും പറയാൻ കഴിയല. പ്ലാസ്റ്റിക് കൊണ്ട് മറച്ച ചെറിയൊരു കൂടാരം. അനക്കൊരു അനിയനുണ്ട്, ഇക്ബാല്. ഓനെ പെറ്റിട്ടപ്പോ ഓനെന്റെ മോനല്ലെന്ന് ചൊല്ലി കള്ള പാസ്പോർട്ടിൽ ദുബായ്ക്ക് കടന്നോളഞ്ഞ എൻ്റെ ഉപ്പ. പിന്നെ തിരിച്ചു വന്നില്ല ബാലാല്. ഉമ്മക്ക് ആസ്പത്രിയിൽ തുടക്കില് പണി. ഞായറാഴ്ചയിൽ മംഗലത്തിന് ബിരിയാണി വെക്കണ മുല്ലാൻ്റെ അടുത്ത് കോയക്കനെ സഹായിക്കാൻ പോവും. അത്ര കഷ്ടപ്പെട്ടിട്ടാ ഉമ്മ എന്നെ മാനിക് ദിനാറിൽ നഴ്സാവാൻ അയച്ചത്. കഴിഞ്ഞ കൊല്ലം ഉമ്മ മരിച്ച്. അപ്പൊ ഫാത്തിമേനെ കെട്ടി നടന്ന എങ്ങനെയാ? അത് പള്ളിക്കാരി കണ്ടെന്ന് പോയി ആപ്പിളയാ. ആകെ 3 മാസം എൻ്റെ ഒപ്പം കൂടിയത്. ഒരു ചായ സാനോ എൻ്റെ കയ്യിൽ പൊന്നുണ്ടായിന്. അതുകൊണ്ട് ഏടയ്ക്ക് പോയി കളഞ്ഞു. അപ്പൊ ദുബായിലാണ് ഡോക്ടറോട് പറഞ്ഞത്? അത് അവരോട് അങ്ങനെ പറഞ്ഞത്. എന്തിനാ എല്ലാരോടും എല്ലാം ചൊല്ലണ? ഭർത്താവിനെ പറ്റി അന്വേഷിച്ചില്ലേ? കേട്ട് നോക്കിന്. അറിയുമ്പോ അവന് നാട് നടന്ന് പെണ്ണ് കെട്ടലാനും പണിന്ന്. ആളുടെ പേരെന്താ? കാതറ്. ഖാദർ മാടായിക്കാരനാ? ആടയ്ക്കൊന്നും പോണമെന്നില്ല. ഇത് വേറെ ജാഗ വേറെ സ്ഥലമൊന്ന്. അല്ല, ആരത് മാടായിക്കാരൻ കാതറ്? പണ്ട് ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുമ്പം എനിക്കൊരു കൂട്ടുണ്ടായിരുന്നു, ഒരു ഫാത്തിമ. നിന്നെ പോലെ തന്നെ ഒരു മൊഞ്ചത്തിയാ. +2 ശേഷം അവളെ ഒരുത്തൻ കെട്ടിക്കൊണ്ടുപോയി, ഒരു മാടായിക്കാരൻ ഖാദർ. ആ പഹയൻ തന്നെയാണോ വീണ്ടും വന്നതെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചു പോയതാ. ഞാൻ പോന്നു. ആ ഹെഡ്നസ് ഇപ്പൊ ബന്ദ്ര. ചായ. ചായ. ഓക്കെ, കുഞ്ഞിനെ നിങ്ങൾ ദത്തെടുക്കുമായിരിക്കും. പക്ഷേ ഇവക്ക് താഴെയായി 3 പെൺകുട്ടികൾ കൂടിയുണ്ട് ഞങ്ങൾക്ക്. അവക്ക് പ്രസവിക്കണം പോലും. 17-ാം വയസ്സിൽ ഒരു അമ്മ. നോ, ഐ എം 18. കണ്ടില്ലേ അവളുടെ ഒരു അഹങ്കാരം? അല്ലെങ്കിൽ ആരാണെന്നെങ്കിലും അവക്ക് പറഞ്ഞൂടെ? അവളെ ഇത്രയും കാലം നമ്മൾ വളർത്തിയതല്ലേ? മോള് ഡാഡിയോട് പറ. ഏതെങ്കിലും ഫ്രണ്ട്സ് ആണോ? വേറെ മതമോ ജാതിയോ ഒന്നും മോള് പ്രശ്നമാക്കണ്ട. അല്ലെങ്കിൽ കല്യാണം കഴിച്ച വേറെ ആരെങ്കിലും ആണോ? എടീ! അല്ലെങ്കിൽ ഡോക്ടറെങ്കിലും അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. ആരാണെന്നൊന്നും അവൾ പറയണ്ട. ഒരു അബോർഷൻ എല്ലാവരുടെയും നല്ലതിന്, അവളുടെയും മറ്റെല്ലാവരുടെയും. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കണേ? നിനക്കൊന്നും പറയാനില്ലേ? ഞാനെന്ത് പറയാനാ? അല്ലെങ്കിലും നിന്നെ പറഞ്ഞാൽ മതിയല്ലോ.
അമ്മമാരാ പെൺകുട്ടികളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടേ. അതെങ്ങനെയാ? സി മിസ്റ്റർ വർഗീസ്, ബഹളം വെച്ചുകൊണ്ടോ കുറ്റപ്പെടുത്തിയോണ്ടോ ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ വെച്ച് പറഞ്ഞിരുന്നതല്ലേ. അബോഷൻ ഇനി അത് പ്രാക്ടിക്കൽ അല്ല. 4 മാസം പ്രായമുള്ള ഒരു ഭ്രൂണ ആ കുട്ടിയുടെ വയറ്റ് വളരുന്നുണ്ട്. ഒരു ഗൈനക്കോളജിസ്റ്റും ഈ സ്റ്റേജിൽ ഒരു അബോഷൻ പ്രിഫർ ചെയ്യില്ല. ബിക്കോസ് ഷീസ് ടു യങ്. എങ്കിൽ എല്ലാവർക്കും കുറച്ച് വിഷം വാങ്ങി തിന്നാം. നമ്മൾ സംസാരിച്ചിരുന്ന പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമാണെങ്കിൽ സൈറ എന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ. അവിടെ നോക്കാനായിട്ട് സൂസൻ ഉണ്ട്, ഞാനുണ്ട്. പിന്നെ അവൾക്ക് ഇപ്പോൾ ആവശ്യമുള്ള എല്ലാ കെയറും കിട്ടും. ലുക്ക്, നാട്ടുകാരും കൂട്ടുകാരും ഒക്കെ ഇത് അറിയാതിരിക്കാൻ അതാ നല്ലത്. നിങ്ങൾക്ക് മാത്രമായിട്ട് എപ്പോൾ ആണെന്ന് വെച്ചാൽ അവളെ ഒന്ന് കാണുകയും ചെയ്യാം.